കണ്ണേ കേരള വി എസ് എന്നുള്ള മുദ്രാവാക്യം ഉയർന്നു വന്ന കാലഘട്ടം ഏതാണെന്ന് നമുക്കറിയാം. അതേപോലെ ഈ കണ്ണേ കേരള വി എസ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചവർ വളരെ പ്രായം ചെന്നവർ വരെ മതിൽ ചാടി അകത്തേക്ക് കിടക്കുകയാണ്. കാരണം അവർക്കറിയാം കാണാനാകില്ല. കണ്ടേ മടങ്ങൂ എന്നുള്ള തീരുമാനത്തിന് പിന്നിലാണ് ഈ മതിൽ കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് ആളുകൾ കിടക്കുന്നത്. ചേട്ടാ ചാടി കിടക്കാൻ പറ്റുമോ? കാണാൻ വേണ്ടിയുള്ള ധൃതിയാ. അപ്പുറത്ത് പോയി കാണാനാവില്ലേ? ഇതിനുള്ളിൽ പോയി തിരക്കാവൂലേ? അത് ഒഴുകി മാറി കൊടുക്കണം. ആളുകളൊക്കെ ഇതിലെ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റെഡ് വോളണ്ടിയേഴ്സിന് ഇവരെ ക്രമീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്. പാർട്ടി നേതാക്കളുടെ നിർദ്ദേശമൊക്കെ ഉണ്ട്. പക്ഷേ നിർദ്ദേശത്തെ ഒക്കെ തൃണവൽക്കരിച്ച് നോക്കൂ. നേരത്തെ ഈ പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ അങ്കണം എന്ന് പറയുന്നത് വിജനമായ അല്ലെങ്കിൽ കുറച്ചാളുകൾ മാത്രമുള്ളൊരു സ്ഥലമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൂട്ടം ഈ പാർട്ടി കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിറഞ്ഞിരിക്കുകയാണ്. ആളുകളെ ഒന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ മതില് ചാടി, ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്താണ് ഇവിടെ മതില് ചാടി അങ്ങോട്ടേക്ക് കടക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ആർക്കും നിയന്ത്രിക്കാനാകില്ല. കാരണം ഇത് വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവരുടെ വി എസിന്, അവരുടെ സഖാവിന്, അവരുടെ ജനനായകന്, അവരുടെ നാട്ടിലെ നായകന് അവർ വിട ചൊല്ലുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സാഹസമാണിത്. ഇങ്ങനെയല്ലാതെ വി എസിന് വേണ്ടി ഇനി ആകെ ഇവർക്ക് ചെയ്യാനാവുന്നു എന്ന് പറഞ്ഞ് വി എസിനെ അവസാനമായി കാണുക എന്നുള്ളത് മാത്രമാണ്. അത്രയും ഒരു ജനസാഗരം ഇവിടെ നിറയുകയാണ്. എങ്ങനെ ഇനി ഈ വാഹനം ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഈ മതിൽ ചാടി കടന്നു പോവുകയാണ്. ചേട്ടാ എന്ത് മതിൽ ചാടി കടന്നു പോകുന്നത്? എങ്ങോട്ട്? കാണാൻ പോവാ. മതില് ചാടിക്കടന്ന് ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു പോവുകയാണ്. ഇതിൽ പലരും ഈ ഉദ്യമത്തിന് പുറപ്പെടുന്നത് തന്നെ സാഹസമാണ്. തെന്നി വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മറികടന്ന് പോവുകയാണ്. കാരണം അവർക്ക് വി എസിനെ കാണണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. സ്ത്രീകളിൽ പലരും സാരിയൊക്കെ മുറുക്കി കെട്ടി പോകാൻ പറ്റുമോ എന്നുള്ള സാധ്യതയൊക്കെ നോക്കി കാണുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് കടക്കുക പ്രയാസമാണ്. കുറച്ച് പൊക്കമുള്ള മതിലാണ്. അങ്ങോട്ടേക്ക് അവര് പോകുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് വി എസിനെ അറിയോ? അറിയാം. ആരാ വി എസ്? പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. എത്ര വയസ്സുണ്ട് മക്കൾക്ക്? 12, 11 വയസ്സുള്ളവരാണ്. പാർട്ടിയുടെ നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് അവർക്കറിയാം. അങ്ങനെ ഇവിടെ തലമുറകളെ ഏറ്റുവിളിക്കുകയാണ് വി എസ് എന്നുള്ള ആ ദ്വയാക്ഷരം. വി എസ് ഉയർത്തിവെച്ചിട്ടുള്ള, വി എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, അങ്ങനെ അനീതിക്കെതിരെ പോരാടിയിട്ടുള്ള, പാവങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള, സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച വി എസ് അച്യുതാനന്ദന് വേണ്ടി, വി എസ് അച്യുതാനന്ദനെ അവസാനം ഒരു താക്ക് കാണാൻ. ചേച്ചി ചാടി കടക്കാൻ പോവാണോ? നോക്കാന് അങ്ങനെ പറ്റുമോ? അങ്ങോട്ട് പോകാനാവുന്നു. എവിടുന്നാ ചേച്ചി? എവിടുന്നാ? ഞാൻ കോന്നി. വി എസിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കൈ പിടിക്കണോ? ചാടി പോവോ? സൂക്ഷിക്കണം. ഇതൊരു വല്ലാത്ത നിമിഷമാണ് മധു. നമ്മൾ മുൻപ് പലപ്പോഴും വി എസിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള പാർട്ടി സഖാക്കളുടെ ആ ഒരു വൈകാരിക അടുപ്പമുണ്ട് വി എസിനോട്. പാർട്ടി വി എസിനെയും വി എസ് പാർട്ടിയെയും വളർത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും വി എസ് പാർട്ടിക്കപ്പുറത്തേക്ക് വി എസ് എന്നുള്ള വികാരം പാർട്ടിക്കാർക്ക്, പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ള സമയം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വൈകാരികതയുടെ അലയൊലി തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ കടന്നു പോകാനുള്ള ശ്രമമൊക്കെ എന്നൊക്കെ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും, വി എസുമായുള്ള വിലാപയാത്ര എത്തും. പക്ഷേ ആ വിലാപയാത്രയ്ക്ക് ഇങ്ങോട്ട് കടന്നു വരാനാകുമോ എന്നുള്ളതാണ്. നേരത്തെ കണ്ടതുപോലെയല്ല. ഇപ്പോൾ രണ്ടു ഭാഗത്തേക്ക് മനുഷ്യൻ എങ്ങനെയാണ് വി എസിന്റെ മരണത്തിന് സമയത്ത് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടിയുടെ കർശനമായ അച്ചടക്കങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കടുകിട മാറാതെ അനുസരിക്കുന്ന പാർട്ടി പ്രവർത്തകരെയൊക്കെയാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കേഡർ സംവിധാനം. പക്ഷേ വി എസിനെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യം മുന്നിൽ നിൽക്കുമ്പോൾ അത്തരത്തിൽ അച്ചടക്കമുള്ളവരായി തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്